Start with Empuranilekku Koottakola scene. Take small characters. Cast some big stars. Cut them into pieces. For taste, add some Indran Chetan, some Vijay Raghavan Chetan, 3 അനാവശ്യ heroines and എങ്ങും തൊടാത്ത politics. Put it in the ശവപ്പെട്ടി. വെടിവെപ്പ്. Close it. Script ready. Go. അനന്തങ്കാട് കണ്ടു. മുരളി ഗോപിയാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. GN കൃഷ്ണകുമാറാണ് സംവിധാനം. മുരളി ഗോപി, ആര്യ, ദേവ്മോഹൻ, ഇന്ദ്രൻസ്, വിജയരാഘവൻ, സുനിൽ, ശാന്തി ബാലചന്ദ്രൻ, നിഖില വിമൽ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ മലയാളം പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ സിനിമയെ കുറിച്ച് 90കളുടെ തുടക്കത്തിലെ കേരള രാഷ്ട്രീയം, അതുപോലെ തന്നെ രാജീവ് ഗാന്ധി വധക്കേസ് സമയത്തെ LTTE പശ്ചാത്തലത്തിലുമൊക്കെ നടക്കുന്ന ഒരു കഥയാണ് അനന്തങ്കാട് എന്ന സിനിമ പറയുന്നത്. മുരളി ഗോപി സ്റ്റൈലിൽ രാഷ്ട്രീയമൊക്കെ മിക്സ് ചെയ്ത ക്ലീഷേ ആക്ഷൻ പടമാണ് അനന്തങ്കാട്. യാതൊരു പുതുമയും ഇല്ലാത്ത കഥയും നന്നായിട്ട് എഴുതാത്ത കഥാപാത്രങ്ങളും ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നാത്ത ഒരു സ്ക്രിപ്റ്റും ഇതാണ് ഈ പടം. ഈ പടത്തിൽ ആകെ കൊള്ളാവുന്ന, അല്ലെങ്കിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ശാന്തി ബാലചന്ദ്രന്റെ ഒരു ഡയലോഗാണ്. മൊത്തം സിനിമ മറ്റേ ബാഹുബലിയിലെ ചെറിയ പ്രതിമയാണെങ്കിൽ ശാന്തിയുടെ ആ ഡയലോഗ് പടത്തേക്കാൾ വലിയ പ്രതിമയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ബാക്കി മൊത്തം അബദ്ധ സീനുകളും ക്ലീഷെ കണ്ടുമടുത്ത സിറ്റുവേഷനുകളും കുത്തി നിറച്ച ഒരു കഥയാണ്. ഇതിന് അബദ്ധങ്കാട് എന്നായിരുന്നു പേരിടേണ്ടതെന്ന് തോന്നി. അബദ്ധ രംഗങ്ങൾ കുത്തി നിറച്ച കാട്. അതുകൊണ്ട് തന്നെ ഒരു 2-2.5 മണിക്കൂർ തിയേറ്ററിൽ ഇരുത്തി ടോർച്ചർ ചെയ്യുന്ന ഒരു ഫീൽ ആയിരുന്നു പടം കണ്ടപ്പോൾ. പണ്ട് 80കളിൽ IV ശശി, T ദാമോദരൻ മാഷ് ടീമിന്റെ കുറെ മൾട്ടി സ്റ്റാർ കിടിലൻ പൊളിറ്റിക്കൽ ഡ്രാമാസ് വരുമായിരുന്നു. ഇപ്പോ അങ്ങാടി, ഈ നാട്, ഇനിയെങ്കിലും, അങ്ങാടിക്കപ്പുറത്ത്, ആവനാഴി, അതിരാത്രം, അടിമകൾ ഉടമകൾ, മുക്തി, ഇത്രയും കാലം, നാൽക്കവല, മിക്കതും വമ്പൻ ഹിറ്റുകളാണ്. ചിലതൊക്കെ ഫ്ലോപ്പ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പോഴും അതൊക്കെ കാണാനായിട്ട് രസമാണ്. ആ ഒരു സ്റ്റൈലിൽ ഒരുക്കാൻ നോക്കിയ ഒരു സിനിമയാണ്. പക്ഷെ ചീറ്റിപ്പോയി. കാരണം അതിലൊക്കെ സ്ട്രോങ് കഥയുണ്ട്, കഥാപാത്രങ്ങളുണ്ട്. ഓരോ ചെറിയ റോളിൽ പോലും വലിയ സ്റ്റാർസ് ഒക്കെയാണ് വരുന്നതെങ്കിലും ഓരോരുത്തരെയും നമ്മളിങ്ങനെ ഓർത്തിരിക്കും. അതുപോലെ പ്രാധാന്യം ഓരോരുത്തർക്കും ഉണ്ട്. ഈ മേൽപ്പറഞ്ഞ IV ശശി പടങ്ങളുടെയൊക്കെ സ്റ്റൈലിൽ കുറച്ച് എമ്പുരാനും, കുറച്ച് സുബ്രഹ്മണ്യപുരം, അതുപോലെ കുറച്ച് മുറ, കുറച്ച് ലാൽ സലാം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അവിയൽ പരുവത്തിൽ കൊണ്ടുവന്ന ഒരു പടമാണിത്. ശ്രീലങ്ക ആയാലും കേരളം ആയാലും ചൂഷണം ചെയ്യപ്പെടുന്നവർ എന്നും ചൂഷണം ചെയ്യപ്പെടുകയാണ്. ഇതാണ് മുരളി ഗോപി പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എഴുതി വന്നപ്പോൾ വളരെ ദുർബലമായി പോയി. അത് ഇതിലും ഗംഭീര കാസ്റ്റിംഗ് ആണ്. ചെറിയ റോളിൽ പോലും വമ്പൻ താരങ്ങളൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവരുടെ നല്ല പെർഫോമൻസുകളുമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എഴുത്താണ് വീക്ക്. നായകന്മാരുടെ ടീമിൽ തങ്കരാജ് എന്ന റോളിൽ മുരളി ഗോപി തന്നെയാണ് വരുന്നത്. എടുത്തു പറയത്തക്ക ഗുണമൊന്നും ആ ക്യാരക്ടറിന് തോന്നിയില്ല. ക്ലീഷർ റോളാണ്. ഇന്ദ്രൻ ചേട്ടൻ അവതരിപ്പിച്ച കൃഷ്ണൻ ചേട്ടൻ എന്ന ക്യാരക്ടർ കൊള്ളാമായിരുന്നു. വിജയരാഘവന്റെ മുഖ്യമന്ത്രിയുടെ കഥാപാത്രവും കൊള്ളാം. ആര്യ ഇന്റർവെൽ വരെ കുട്ടി മിണ്ടണില്ല ടൈപ്പ് മിണ്ടാത്ത ഒരു കഥാപാത്രമാണ്. പക്ഷെ പിന്നെ ഇന്റർവെൽ ആകുമ്പോൾ ഒന്ന് ജീവനൊക്കെ വെക്കും. എന്തോ പച്ച തമിഴൻ എന്നൊക്കെ പുലമ്പിക്കൊണ്ട് കുറച്ച് തല്ലുന്നതൊക്കെ കണ്ടു. അപ്പാനി ശരത്, പിന്നെ നമ്മുടെ സൂഫിയും സുജാതയിലെ നായകൻ ദേവ് മോഹനും ഒക്കെയാണ് ഹീറോയുടെ ഗ്യാങ്ങിൽ വരുന്ന മറ്റുള്ളവര്. വേറെ ഇരുനിറത്തിലുള്ള നടന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ദേവ്മോഹനെ കറുപ്പിച്ചാണ് ഈ പടത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ തമിഴിലും തെലുങ്കിലും ഒക്കെ ബോറടിച്ചിട്ടായിരിക്കും സുനിൽ ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും തല്ലിപ്പൊളി പടങ്ങളിലെ ബോറൻ ക്യാരക്ടേഴ്സ് പാട്ടം എടുത്തേക്ക് കണ്ടാണ്. ഇതിലും സുനിലിന്റെ ഒരു ടൈപ്പ് കാസ്റ്റ് റോള് കാണാം. കുറെ നായികമാര് പടത്തിലുണ്ട്. ആർക്കും ഒന്നും പ്രത്യേകമായിട്ട് ചെയ്യാനില്ല. കൂട്ടത്തിൽ ഭേദം ശാന്തി ബാലചന്ദ്രൻ അവതരിപ്പിച്ച കാർത്തി എന്ന ക്യാരക്ടറാണ്. പടത്തിലെ തന്നെ ആകെ ആശ്വാസമായിട്ടുള്ള ഏക ക്യാരക്ടറും അതാണെന്ന് പറയാം. നിഖില വിമൽ മുരളിയെ വിടൂ ഇങ്ങനെ ഓരോ കാർച്ചയ്ക്ക് വേണ്ടി മാത്രം 2 സീനിൽ വരുന്നുണ്ട്. തമിഴിലും തെലുഗുവിലും ഒക്കെ കിടിലൻ റോൾ ചെയ്യുന്ന റെജീന കസാൻഡ്രയുടെ മലയാളത്തിലെ ആദ്യത്തെ പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഡബ്ബാങ്കൂത്ത് ഡാൻസ്, 1.5 ഡയലോഗ്, പിന്നെ പത്രത്തിൽ പടമായിട്ടുള്ള ഒരു ഫോട്ടോയുമാണ് ആകെ പുള്ളിക്കാരിക്കുള്ളത്. നമ്മുടെ പഴയ നടി ശ്രീലതാമ ഒരു റോളിൽ വരുന്നുണ്ട്. നൈസ് ആയിരുന്നു. പിന്നെ നമ്മുടെ തോറ്റ MLA അഞ്ജലി നായർ ഒരു റോളിൽ വന്നിട്ടുണ്ട്. ഒരു വെറുപ്പിക്കൽ റോളിൽ സാബുമോൻ ഉണ്ടായിരുന്നു. പിന്നെ ഇർഷാദ്, പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ പുറകിൽ എവിടെയോ നമ്മുടെ റംസാൻ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. പുള്ളി തന്നെയല്ലേ. ടെക്നിക്കൽ സൈഡിൽ അജനീഷ് ലോക്നാഥ് ചെയ്ത മ്യൂസിക് ആണ് ആദ്യം പറയാനുള്ളത്. നൈസ് ആയിരുന്നു. നന്നായിട്ട് പുള്ളി കഷ്ടപ്പെട്ടിട്ടുണ്ട്. വൈക്കം വിജയലക്ഷ്മി പാടിയ നമ്മുടെ കണ്ടങ്ങിരിക്കും ജനങ്ങളെ, ആ ഒരു ട്രഡീഷണൽ സോങ് രസം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ക്യാമറ, കളർ ടോൺ, എഡിറ്റിംഗ്, ബാക്കി ടെക്നിക്കൽ സൈഡ് എല്ലാം ഓൾഡ് സ്കൂൾ ലെവലാണ്. ഇനി ബാക്കി നെഗറ്റീവ്സ് പറഞ്ഞാൽ, ഒന്നാമത് നായക കഥാപാത്രങ്ങളോട് ഒരു ഇഷ്ടം നമുക്ക് തോന്നണം. ഇതില് നായകന്മാർ മൊത്തം മണ്ടന്മാരാണ്. ഇതിലെ വില്ലന്മാരൊക്കെ ക്രൂരന്മാരാണ്. സ്ത്രീകളെന്നോ കുട്ടികളെന്നോ ഒന്നും നോക്കാതെ എല്ലാവരെയും കൊന്നെടുക്കുന്ന ആൾക്കാരാണ്. എന്നാൽ അതേസമയം ഈ നായകന്മാരും ഒട്ടും പിറകിലല്ല. ഇനി കാട്ട് സ്പോയിലർ ആണ്, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പടം കണ്ടവർ കണ്ടാൽ മതി. നായകന്മാരുടെ ഗുണങ്ങളാ പറയുന്നത് കേട്ടോ. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, പെണ്ണുങ്ങളുടെയും പിള്ളേരുടെയും കഴുത്തിൽ കത്തി വെച്ച് ഭയപ്പെടുത്തൽ, ഇതെല്ലാം പോട്ടെ. കൂടപ്പിറപ്പ് എന്ന് പറയുന്ന പെണ്ണിനെ വില്ലന് ദേഹം മുഴുവൻ സിഗരറ്റ് കുത്തിയും മെഴുകുതിരി കത്തിച്ചും ചൂടുവെള്ളം ഒഴിപ്പിച്ചും നോവിക്കാനായിട്ട് ഡെയിലി വിട്ടുകൊടുക്കുന്ന പുഴുങ്ങിയ ഹീറോസ്. ആ പെങ്കൊച്ചാണ് പലതവണ ഇവരെ ദയനീയതയോടെ ചില ദിവസങ്ങളിൽ നോക്കുന്നുണ്ട്. ഇവന്മാരെന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യൂല. എന്നിട്ട് ലാസ്റ്റ് സ്നേഹം തൊലിക്കുന്നു, പ്രതികാരം ചെയ്യുന്നു. സോ ഈ നായകന്മാരോട് തന്നെ നമുക്ക് താല്പര്യം തോന്നില്ലെന്ന് മാത്രമല്ല ദേഷ്യവും തോന്നും. അതുകൊണ്ട് തന്നെ അവന്മാര് ചത്താൽ പോലും നമുക്കൊരു ഫീലും ഉണ്ടാവില്ല. ഒരുത്തൻ ചത്തു, ബാക്കിയുള്ളവരും കൂടെ ചാട്ടെങ്കിൽ പടം തീർന്നതിനെ എന്നൊരു ഫീലാണ് ഉണ്ടാവുക. വില്ലന്മാരും കോമഡിയാണ്. സ്വന്തം മോനെ കൊന്നവനെ പുതിയ തിയേറ്ററിൽ കൊണ്ടിരുത്തിയിട്ട് മരുമോളുടെ ഡബ്ബാങ്കൂത്ത് ഡാൻസ് കാണിച്ചിട്ട് ഇത് സൂപ്പർ ഹിറ്റ് പടമാണ് കേട്ടോ
എന്ന് പറയുന്ന ഒരു പുഴുങ്ങിയ വില്ലൻ. എന്റെ ഇത്രയും കൊല്ലത്തെ സിനിമാ കാഴ്ച ജീവിതത്തിൽ ഇതുവരെ ഇത്രയും അസ്ഥാനത്ത് ഒരു പാട്ട് കൊണ്ട് പ്ലേസ് ചെയ്തേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മേ ബി ആ പാട്ട് കാണിച്ച് കൊന്നവനെ ടോർച്ചർ ചെയ്ത് മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്നതായിരിക്കും ലക്ഷ്യം. ഇനി ഇതൊന്നുമല്ല, ഇഷ്ടം പോലെ പടത്തിൽ വേറെയുണ്ട്. അങ്ങനെ സീരിയസ് ആയിട്ട് ഇത്രയധികം അബദ്ധ സീനുകൾ എഴുതിയ ഒരു വധം പടം ഈ അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ ഒരു ബിലോ ആവറേജ് പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമയാണ് അനന്തങ്കാട്. കാലാഹരണപ്പെട്ട കഥയും ട്രീറ്റ്മെന്റും യാതൊരു ഇമോഷണൽ കണക്ഷനും തോന്നാത്ത വെട്ടും കുത്തും കാണിച്ചാൽ അത് പൊളിറ്റിക്കൽ ഡ്രാമ ആകില്ല എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണ് ഈ പടം. മുരളി ഗോപിയുടെ ഏറ്റവും വീക്ക് സ്ക്രിപ്റ്റ് എന്ന് ഞാൻ പറയും. എനിക്ക് തീരെ പടം വർക്കായിട്ടേ ഇല്ല. പക്ഷേ ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇതൊരു ഗംഭീര സിനിമയായിട്ട് തോന്നിയേക്കാം. പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 40 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. നിറയെ ബ്ലഡ് ഷെഡ്, വയലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് 18+ പടമാണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.